വിവാദമുണ്ടാക്കി മറ്റെന്തോ മറച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രമമെന്ന് തോന്നുന്നു. ഒരു കാര്യവുമില്ലാതെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപഹസിച്ച് സംസാരിച്ചത് പിന്നെ എന്തിനായിരിക്കും? അംബേദ്കർ എന്ന വ്യക്തിത്വത്തെ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും അവഹേളിച്ചിട്ടില്ല. അമിത്ഷാ ധിക്കാരത്തോടെയാണ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തത്. അത് ലോകം മുഴുവൻ കണ്ടു. പ്രധാനമന്ത്രി സഭയിൽ വരാത്തത് സഭയോടുള്ള അനാദരവാണെന്നും മോദി അമിത്ഷായ്ക്ക് ധിക്കാരം പറയാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്തത്. കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന വൻ വിമർശനങ്ങൾ ഒഴിവാക്കാൻ മറ്റൊരു വിഷയമെടുത്ത് വിവാദം സൃഷ്ടിക്കുന്നത് പോലെയായി ഇത്. അതിനിടെ അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിന്റെ അകവും പുറവും പ്രതിഷേധത്തിൽ മുങ്ങി. നീലവസ്ത്രങ്ങൾ ധരിച്ച് ഇന്ത്യ സഖ്യം പാർലമെന്റിലേക്ക് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മാർച്ചിനിടെ ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയെയും BJP എംപിമാർ പിടിച്ചു തള്ളിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, K രാധാകൃഷ്ണൻ MP തുടങ്ങിയവർ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെ അണിനിരന്നു. അമിത്ഷായുടെ പരാമർശം BJPയുടെ മനുസ്മൃതിവാദം തുറന്നു കാട്ടുന്നതാണെന്നും ജനവികാരത്തെ മുറിവേൽപ്പിച്ച പരാമർശമാണ് അമിത്ഷാ നടത്തിയത് എന്നും CPIM PB വിമർശിച്ചു. അംബേദ്കർ എന്ന പേരിനോട് ചിലർക്ക് അലർജിയാണെന്നും സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കുന്ന ഇന്ത്യയിലെ എല്ലാ ജനങ്ങളാലും ബഹുമാനിക്കപ്പെടുന്ന സമാനതകളില്ലാത്ത രാഷ്ട്രീയ ഭൗതിക വ്യക്തിത്വമാണ് അദ്ദേഹമെന്നും വിഷയത്തിൽ നടനും തമിഴ് വെട്രി ഘടകം അധ്യക്ഷനുമായ വിജയ് പ്രതികരിച്ചു. ആഭ്യന്തരമന്ത്രിയായി തുടരാൻ അമിത്ഷായ്ക്ക് അവകാശമില്ല. ഭരണഘടനാ ചർച്ചയിലാണ് അമിത്ഷാ അംബേദ്കറിനെ അപമാനിച്ചത്. നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് നൽകിയ പിന്തുണ മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്നും CPIM PB പറഞ്ഞു. രാജ്യസഭയിൽ ഭരണഘടനയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത്. അംബേദ്കർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് ഇത്ര തവണ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം ലഭിക്കുമായിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ചൊവ്വാഴ്ച പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് അമിത്ഷാ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവം ഇപ്പോൾ വൻ വിവാദമായി മാറിയിരിക്കുകയാണ്.